എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന വേദ സാവിത്രി മുത്തശ്ശനെ വിളിക്കുകയാണ്. കാരണം അച്ചമ്മയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിച്ചോണ്ടിരിക്കുക. അമ്മണിയച്ചമ്മ ഇവിടെ വരെ വന്നിട്ട് വേദയുടെ വീട്ടിൽ എങ്ങനെയാ പോകാതെ പോന്നേ. അപ്പൊ അവരുമായിട്ട് ഒന്ന് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേദയ്ക്കാണ് ഭയങ്കര ടെൻഷനാ. അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താവും എന്നുള്ള കാര്യത്തിൽ. അപ്പം മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് നേരത്തെ വിളിച്ചു പറയാം എന്ന് കരുതിയിട്ട് വിളിക്കുകയാണ്. പിന്നീട് മുത്തശ്ശി ചോദിച്ചു, എന്താ മോളെ ഈ സമയത്ത് എന്താ വിളിച്ചതെന്ന് ചോദിക്കുക. അത് പിന്നെ ഒരു കാര്യം പറയാണ്ടെന്ന് പറയാം. നീ കാര്യം എന്താന്ന് പറ. ഇവിടെ വിക്രത്തിന്റെ അച്ചമ്മ വന്നിട്ടുണ്ട്, അമ്മണി അച്ചമ്മ. ആഹാ, അത് കൊള്ളാലോ. അമ്മണി അച്ചമ്മയ്ക്ക് അങ്ങോട്ടേക്ക് വരണമെന്ന്, എന്റെ വീടൊക്കെ കാണണമെന്ന് പറഞ്ഞേക്കുക. അത് നല്ല കാര്യമുള്ള മോളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയണം. അതല്ല മുത്തശ്ശി പ്രശ്നം. പിന്നെന്താ കാര്യം എന്താ? അത് പിന്നെ അച്ചമ്മയ്ക്ക് അറിയത്തില്ല ഞങ്ങൾ തമ്മിൽ എങ്ങനെയാ കല്യാണം കഴിച്ചേ. സ്നേഹിച്ച് വിവാഹം കഴിച്ചെന്നോർത്ത് അച്ചമ്മ ഇരിക്കണേ, അല്ലാതെ അമ്പലത്തിൽ വെച്ച് അപ്രതീക്ഷിതമായിട്ട് കല്യാണം കഴിച്ചെന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷെ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് പോകുന്നതെന്നും അറിയത്തില്ല. ഇനിയിപ്പോൾ അവിടെ വന്ന് കഴിയുമ്പോഴെങ്ങാനും ശ്രീകാന്തേട്ടനോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടുകൂടി കള്ളത്തരങ്ങളൊക്കെ പുറത്താവൂലേ. അത് ഓർത്തിട്ട് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം. അത് മാത്രമല്ല, എങ്ങാനും മുത്തശ്ശിയുടെ നാവിൽ നിന്ന് അറിയാതെ എങ്ങാനും വീണ് പോയാലോ. ഇത് കേട്ടോ മുത്തശ്ശി പറഞ്ഞു, ആ കാര്യം ഓർത്ത് മോള് വിഷമിക്കണ്ട, ഞാനൊന്നും പറയാനായിട്ട് പോകുന്നില്ലെന്ന് പറയാ. എങ്ങനെയുണ്ട് അച്ചമ്മ? അമ്മണിയച്ചമ്മ ആള് പൊളിയാ. എന്തിനു വേദന നമ്മളോടൊപ്പം നിൽക്കുമെന്ന് പറയാണ്. എനിക്കെന്റെ മുത്തശ്ശിനെ അപ്പൊ ഓർമ്മ വരുന്നേ. ശരിക്കും പറഞ്ഞാല് മുത്തശ്ശി ഇല്ലാത്തതിന്റെ ആ ഒരു വിഷമം ഇവിടെ അച്ചമ്മ എനിക്കിപ്പോ തീർത്തരുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും സാവിത്രി മുത്തശ്ശി പറഞ്ഞു, ഒരു പക്ഷേങ്കിലും നിന്റെ വിഷമ വേദനയൊക്കെ അറിഞ്ഞിട്ട് ചിലപ്പോൾ ഭഗവാനായിട്ട് കൊണ്ടുവന്നായിരിക്കും എന്ന് പറയാണ്. അധികം ദിവസമൊന്നും അമ്മണിയച്ചമ്മയോടെ നിൽക്കില്ല, പോകുന്ന പറയണെന്ന് പറയാണ്. അല്ല അച്ഛനും അമ്മ എന്നാ വരണേന്ന് ചോദിക്കുകയാണ്. അവര് വരുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാണ്. അവർ കുറച്ച് ദിവസത്തോടെ കഴിയായിരിക്കും മോളെ വരാനായിട്ട്. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വേദ പറഞ്ഞു, അതെ വരുവാണെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് നോക്കിയേക്കണമെന്നൊക്കെ പറയണം. മോളെ ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോരെ, കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് കുള് കെട്ടിയാണ്. പിന്നീട് വേദ നേരെ ഹാളിലേക്ക് വരുമ്പോഴത്തേനും മുത്തശ്ശി ചോദിച്ചു, അല്ല മോളിത് എവിടെയാണെന്ന് ചോദിക്കുക. അത് പിന്നെ ഞാനിന്ന് ഫോൺ വിളിക്കുമായിരുന്നു പറയണം. ആണോ? അല്ല വിക്രം വന്നില്ലേ മോളെന്ന് ചോദിക്കുക. ഇല്ല ഇതുവരെയായിട്ടും വന്നില്ലെന്ന് പറയും. മോളെന്നൊരു കാര്യം ചെയ്യുക, വാ ഊണ് കഴിക്കാൻ പറയണം. അല്ല അത് പിന്നെ വിക്രം വന്നില്ലോ, അതൊന്നും കുഴപ്പമില്ല, അവൻ വന്നിട്ട് എപ്പോഴാണ് കഴിച്ചോളൂ. നീ അത് നോക്കി വെക്കേണ്ട കാര്യമുണ്ടോ? സമയം എത്രയാണെന്ന വിചാരം. അവനെ കാത്തിരിക്കുന്ന പതിവ്രതയായ ഭാര്യയൊന്നും ആവണ്ട നീ. അവന് വിശക്കുമ്പോ അവനിങ്ങോട്ട് വന്നോളൂ, എന്നിട്ട് അവൻ കഴിച്ചോളും. നീ എന്തിനാ അവന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണമെന്നൊക്കെ ചോദിക്കണം. അപ്പോഴാണ് മുറ്റത്തൊരു ബൈക്കിന്റെ ശബ്ദം കേട്ടെ. കമൽ പറഞ്ഞു, വിക്രം വന്നേന്ന് പറയാണ്. വേദ ഇറങ്ങി ചെന്ന് നോക്കിയും വിക്രമാണ് വരുന്നത്. ഈ സമയം അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, അവനോടും കൂടെ ഊണ് കഴിക്കാൻ വരാൻ പറയുന്നു പറയാണ്. അങ്ങനെ വിക്രം അങ്ങോട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറ്റുവാണ്. ഡ്രസ്സൊക്കെ മാറ്റിയ സമയത്ത് വേദ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു, അതെ അച്ഛമ്മ വിളിക്കുന്നുണ്ടെന്ന് പറയാണ്. എന്തിന്? ഊണ് കഴിക്കാനായിട്ട്. ഞാൻ കഴിച്ചോളാം, എനിക്കിപ്പോൾ വിശക്കുന്നില്ലെന്ന് പറയാം. അതൊന്നും എനിക്കറിയത്തില്ല, അച്ഛമ്മയെ വിളിച്ചതെന്ന് പറയാം. എൻ്റെ ദൈവമേ, മടുത്തു പോവുള്ളല്ലോ. എനിക്കറിയാടി, നീയാണ് എല്ലാത്തിനും പിന്നിരുന്ന് സ്വസ്ഥതയുടെ സമാധാനത്തോടെ എവിടെയെങ്കിലും ഒരു മിനിറ്റ് ഇരിക്കാന്ന് കരുതുമ്പോഴത്തേനും ഓരോന്ന് പറഞ്ഞ് വരുമല്ലേന്ന് ചോദിക്കും. അതെ വിശപ്പുണ്ടേ വന്ന് കഴിച്ചാൽ മതി, എനിക്കൊരു നിർബന്ധമില്ലെന്ന് പറയാണ്. പിന്നീട് അങ്ങനെ വിക്രം കൈയൊക്കെ കഴിയിട്ട് അങ്ങോട്ട് കഴിക്കാനായിട്ട് വരുവാണ്. ഈ സമയം വേദയോട് അച്ഛൻ പറഞ്ഞു, മോളും കൂടി ഇരിക്കാൻ പറയാണ്. ഞാനാ? അതെന്താ മോളെന്താ ഇരിക്കണില്ലെന്ന് ചോദിക്കും. മോളും കൂടി ഇരിക്കുക, മോളും കൂടി ഇരുന്ന് കഴിക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരവസ്ഥയായി പോയി വേദയ്ക്ക്. ഇരിക്കണോ വേണ്ടയോ? വിക്രം ഇങ്ങനെ വേദന ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുവാണ്. ഇരിക്കണോ വേണ്ടയോ എന്ന അവസ്ഥയിൽ വേദ നിൽക്കുവാണ്. പിന്നീട് വിക്രത്തോട് അച്ഛൻ പറഞ്ഞു, എടാ നീ കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കടാന്ന് പറയണം. അവളെയും കൂടെ അങ്ങോട്ട് ഇരുത്താൻ പറയാണ്. ഈ സമയം വിക്രം പറഞ്ഞു, അവൾ എന്തിനാ എൻ്റെ അടുത്തിരിക്കണേന്ന് ചോദിക്കണം. അപ്പം നിലത്ത് ഇലയിട്ട് കൊടുക്കുക, നിലത്ത് ഇലയിട്ടിരുന്ന് കഴിക്കാനാണ് പറയണേ. വിക്രത്തിന് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല വേദ തൻ്റെ അടുത്തേക്ക് ഇരിക്കാൻ വന്നേ. വേദ പെട്ടെന്നെങ്കിൽ ഇരുന്നിരുത്തേനും വിക്രത്തിന്റെ ദേഹത്തൊന്നും മുട്ടി. പെട്ടെന്ന് വിക്രിച്ച്, എന്താ നീ കാണിക്കണമെന്ന് വെച്ചാൽ ദേഷ്യപ്പെടുകയാണ്. അച്ഛൻ പറഞ്ഞു, നീ എന്തിനാ എത്ര കിടന്ന് ദേഷ്യപ്പെടുന്നേ? ദേഷ്യപ്പെടേണ്ട കാര്യം എന്തായിരിക്കുന്നേ? നിന്റെ ഭാര്യയല്ല നിന്റെ ദേഹത്തൊന്നും മുട്ടിയത്, അതിന് ഇതിന് മാത്രം നീ കിടന്ന് ദേഷ്യപ്പെടേണ്ട കാര്യമല്ലോ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയൊന്ന് വിക്രത്തിനെ നോക്കി ചിരിക്കുകയാണ്. പിന്നീട് കമല ഫുഡൊക്കെ എടുത്ത് കൊടുക്കണം. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് കഴിക്കണം. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം ഓർത്തു, ഇനിയിപ്പോൾ അച്ഛമ്മ വല്ല പണി നിനക്കെടുത്ത് തരുമോ, എങ്ങാനും വാരി കൊടുക്കാൻ എങ്ങാനും പറയുമോ, അങ്ങനെയാണ് തീർന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഒരു നിമിഷം വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു, അതെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് കഴിക്കാതിരുന്നല്ലേ, ഒരു കാര്യം ചെയ്യാം, ഓരോരുള്ള ചോറ് നീ അവൾക്ക് വാരി കൊടുക്കാൻ പറയാണ്. ഇത് കേട്ടതും വിക്രം ചോദിച്ചു, ഞാനോ? പിന്നല്ല വേറെ ആരാ വാരി കൊടുക്കണേ? വാരി കൊടുക്കടാന്ന് പറയാണ്. വിക്രത്തിന് വേറൊരു നിവൃത്തിയില്ല. അത് പിന്നെ അച്ഛമ്മേ ഞാന് വേണ്ട കൂടുതൽ നീ ഒന്നും പറയണ്ട, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്താൽ മതി എന്ന് പറയണം. അപ്പോഴേക്കും നന്ദിനി ശ്രീജൻ വന്നു. അവരും കണ്ടത്
പെട്ടെന്ന് നന്ദിനിയും ശ്രീജയൊക്കെ നോക്കി നിൽക്കുന്നതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര ഒരു ചമ്പലും നാണക്കേടൊക്കെ. വേദ പറഞ്ഞു, അല്ല അച്ഛമ്മേ അത് വേണോന്ന് ചോദിക്കുകയാണ്. വേണമെന്ന് പറയാം. പിന്നീട് വിക്രത്തിന് വേറെ നിർവാഹമില്ലായിരുന്നു. അങ്ങനെ വിക്രം ഒരു ഉരുള ഉരുട്ടിയിട്ട് വേദയ്ക്ക് കൊടുക്കുവാണ്. വേദയ്ക്ക് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? പിന്നീട് വേദയോട് പറഞ്ഞു, നീയും അവന് വാരി കൊടുക്കാൻ പറയാണ്. അങ്ങനെ വേദ വിക്രത്തിന് വാരി കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ചമ്മയ്ക്ക് സന്തോഷമായി. അതിനേക്കാളും ഒരു വലിയ സന്തോഷമായിരുന്നു കമലയ്ക്കും. ഇങ്ങനെയൊക്കെ നടന്നല്ലോ, ഇതൊന്നും സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ഇവർ രണ്ടുപേരും ഇത്ര അടുത്തടുത്തിരുന്ന് ഫുഡ് കഴിക്കുമെന്നും അങ്ങനെയൊന്നും ഒരിക്കലും കമല വിചാരിച്ച കാര്യമില്ല. എങ്ങനെയും രണ്ടുപേരും ഒന്നിക്കണം, അത് മാത്രമേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് വിക്രം രാത്രി ഏതെങ്കിലും കിടക്കാൻ പോണ സമയത്ത് വിക്രം എന്ത് ചെയ്യണം, പുറത്തേക്ക് പോവാണ്. അപ്പൊ ശ്രീനിവാസ് സാർ കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. ഈ സമയം SI സാബു ശ്രീകാന്ത് തമ്മിൽ കണ്ടുമുട്ടുവാണ്. അപ്പൊ ശ്രീകാന്താണ് SI സാബുവിനെ വിളിപ്പിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നിനും വേണ്ടിയിട്ടായിരുന്നില്ല, വിക്രത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ജസ്റ്റിസ് വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. വിക്രത്തിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേദ ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുവരണം. ദർശനമായിട്ട് വിവാഹം നടത്തണം. അത് മാത്രമായിരുന്നു ശ്രീകാന്തിന്റെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. പിന്നീട് SIയുടെ കാര്യങ്ങളൊക്കെ പറയണം. അവനെ ഒതുക്കേണ്ട നമ്മുടെ ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അത് മാത്രമല്ല, ആ ശ്രീനിവാസനായിട്ട് ഒരു പണിയും കൂടെ കൊടുക്കണം. വിക്രം ഒതുങ്ങുവാണെങ്കിൽ ശ്രീനിവാസനായിട്ട് നല്ല 8ന്റെ പണിയും കൂടെ ആണെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ SI സാബ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗുണ്ടാഭിലേഷനും കൂട്ടരെ ഇറക്കിയോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ അവർ തമ്മിൽ ഒരു ഡീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. ഈ സമയം ഇതൊന്നും വിക്രം അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഗുണ്ടാഭിലാഷിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. വിക്രത്തിന് എത്രയും പെട്ടെന്ന് തന്നെ വിക്രത്തിന് കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. നീ പറയുന്ന പൈസ തരും, എത്രയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഗുണ്ടാഭിലാഷിന് നോക്കേണ്ട കാര്യമുണ്ടോ? കാരണം അവന്റെ ഒരു ശത്രുവും കൂടെയാണ് വിക്രം. പലതവണ വിക്രവും ഗുണ്ടാഭിലാഷും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഈ സമയം ശ്രീനിവാസൻ പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഗുണ്ടാഭിലാഷും കൂട്ടരും കാത്തിരുന്നു. വിക്രം വരുന്ന വഴിക്ക്, അപ്പം ബൈക്കും കൊണ്ടല്ലേ പോകുന്നേ, ബൈക്കും കൊണ്ട് പോകുന്ന വഴിക്ക് അവനെ ആക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവൻ അങ്ങോട്ട് വരുന്ന സമയത്ത് വിക്രത്തെ കയറി ആക്രമിക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം ആയതുകൊണ്ട് വിക്രം പെട്ടെന്ന് വീണു പോവാ. വിക്രത്തിന് എഴുന്നേക്കാൻ പറ്റിയില്ല. ആ സമയം നോക്കിയിട്ട് അവന്മാർ കയറി അറ്റാക്ക് ചെയ്യുവാണ്. ഒരു നിമിഷം ഒന്ന് പതറിപ്പോയെങ്കിലും വിക്രം പിടിച്ചു നിന്നു അവന്മാരുടെ മുന്നിൽ. പിന്നീട് അവിടെ ഒരു വിക്രത്തിന്റെ സംഹാര താണ്ഡവം തന്നെയാണ് നടന്നത്. അവസാനം ഗുണ്ടാഭിലാഷിനും കൂട്ടുകാർക്കും പിടിച്ചിരിക്കാനായിട്ട് പറ്റില്ല. അവന്മാരങ്ങനെ ഓടുന്ന സമയത്ത് വിക്രം കുറെ ദൂരം ഓടിയെങ്കിലും അവന്മാരെ കൈ കിട്ടിയില്ല. എന്നാലും നല്ല രീതിയിൽ തന്നെ അവന്മാർക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വിക്രത്തിന് നന്നായിട്ട് പരിക്കേറ്റു ദേഹത്തൊക്കെ. പക്ഷെ ഈ പരിക്കും പറ്റിയോണ്ട് വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ചമ്മ കണ്ടുപിടിക്കും. എന്തും മറുപടി പറയണം അച്ചമ്മയോട് എന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലേക്കും വരുന്നുണ്ട്. എങ്ങാനും എങ്ങനെയാ കയറി ചെല്ലുന്നേ. ശ്രീനിവാസ് സാറിന്റെ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പകുതി വഴിക്ക് വെച്ച് ആ ശ്രമം അങ്ങനെ പരാജയപ്പെട്ടു പോവാണ്. അങ്ങോട്ടേക്ക് പോകാനായിട്ട് വിക്രത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് വിക്രം എന്താണ് തിരികെ പോരുവാണ്. പക്ഷെ വിക്രം തിരികെ വീട്ടിലെത്തുന്ന സമയത്ത് വേദ വിക്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കുറെ സമയമായിട്ട് വിക്രം പോയിട്ട് കണ്ടില്ല. അപ്പൊ എങ്ങോട്ടാ പോയത് എങ്ങനെയൊന്നും അറിയത്തില്ലോ. അപ്പം വിക്രം അവിടെ ഇല്ലെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വേദ കാത്തിരിക്കുന്നത്. അപ്പോഴാണ് വിക്രത്തിന്റെ വരവ് അങ്ങോട്ട്. വിക്രത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ വേദയ്ക്ക് മനസ്സിലായി എവിടെയോ പോയി അടിയും വഴക്കുണ്ടാക്കിയിട്ടുള്ള വരവാന്നുള്ള കാര്യം. ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്താൽ മതിയാവുള്ളെന്ന് മനസ്സിലായി. ഇത് അച്ഛമ്മയോട് പറഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ വിക്രത്തിന്റെ ജീവിതം ഇങ്ങനെ തന്നെയായി തീരും, ആ ശ്രീനിവാസന്റെ പിടിയിലായി തീരും. അത് പറ്റില്ല എന്നൊക്കെ കരുതി വേറെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.